ഹായ്, നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഊതുമരത്തിൻ്റെ, ഉണങ്ങി നിൽക്കുന്ന ഊതുമരം, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഊതുമരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്നാൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കുക. ആ മരം വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ഊതുണ്ടായിരുന്നു. ആ ഊത് കണ്ടില്ല നിങ്ങൾ? ഇതാണ് ഊത് സംഭവമല്ല. സെൻറ്ററിൽ കാതലായിട്ട്, മറ്റു മരങ്ങൾക്ക് കാതൽ എന്ന് പറയും, എന്നാൽ ഈ മരത്തിന് അത് ഊതാണ്. അതായത് അടിപൊളി സ്മെല്ലുണ്ടാവും, കത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ വരുന്നൊരു സംഭവമല്ല. ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ പോലും ഊത് വളർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ മരം എന്തായാലും ഒന്ന് ചിപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ മരത്തിന് ശേഷം 1 കിലോക്ക് മുകളിൽ എന്തായാലും ഊത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തായിരുന്നു ആ ഊതുമരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സ്ഥലമാണ് കാണിക്കുന്നത് കണ്ടില്ലേ? ഈ ഭാഗത്ത് ഇതാണ്, ഈ കാണുന്ന ആ ഒരു കുറ്റിയാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോക്കി, ഇതാ കണ്ടില്ലേ? അതൊക്കെ വെട്ടിയ ചെറിയ ഭാഗത്ത് പോലും ഊത് ഉണ്ട് കണ്ടില്ലേ? ഊത് ഉണ്ട് എന്ന് കാണുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം കേട്ടോ. നമ്മൾ അന്ന് ആദ്യം പോയത് ഇവിടെ അവർ നമ്മൾ വിളിച്ചതായിരുന്നു, വരുമോ ഒരു വീഡിയോ എടുക്കുമോ, കാരണം ഇവർക്ക് ഇതിനെപ്പറ്റി ശൈലിയും കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഊതുമരം വല്ല ഊത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഇത് നിങ്ങൾ വാങ്ങിക്കോളി കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് സംഭവം ഉള്ളത്. സംഭവം ട്രീറ്റ് ചെയ്ത് സെറ്റായത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവർ കത്തിച്ച് നോക്കിയിട്ടുണ്ട്, ചില ഭാഗം നോക്കിയിട്ടുണ്ട്. അപ്പോൾ സ്മെല്ലുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതുമൊന്ന് നിങ്ങൾക്ക് ബഹൂർ അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് എന്താ പറയുക, അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത്, കാരണം ഒരുപാട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ബഹൂറിലേക്ക് പോകും. അപ്പോൾ ഉള്ള ഭാഗങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളെ കേരളത്തിൻ്റെ മണ്ണിലും അപ്പോൾ ഊതുമരം ഉണ്ടാവും നല്ല സെറ്റായിട്ട് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ് ഊതുമരത്തിനെ പറ്റിയിട്ട് നമ്മളെ പേജിലിടുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ കാര്യം ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുക. ആവശ്യക്കാർക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ സ്ഥലം നമ്മൾ പറഞ്ഞുതരാം, കൊണ്ടോട്ടിയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നാൽ മതി, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. അതൊക്കെ ഉണ്ടോ, നല്ല അടിപൊളിയാണ് സംഭവം. ഇതിൻ്റെ ഈ കുറ്റിയാണ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത് ഡ്രില്ലൊക്കെ ചെയ്ത് നോക്കിയിരുന്നു അന്ന്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് നോക്കി ഞങ്ങൾ പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി നമ്മൾ കണ്ടപ്പോൾ തന്നെ അപ്പോൾ തന്നെ പൊടി ഒരു ബ്രൗൺ കളറിൽ വന്നു, ഉള്ളിലെ പൊടി. അപ്പോൾ തന്നെ ഏകദേശം നമ്മൾ തീരുമാനിച്ച് സംഭവം ഉണ്ട്, ഊതുണ്ട്, സ്മെല്ലുണ്ട്. പക്ഷേ അടിഭാഗത്തേക്ക് കാണുന്നില്ല, പക്ഷെ മിഡിലാണ് ഇതുള്ളത്. അപ്പം ജസ്റ്റ് ഊതുമരം അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ അത് ഉണങ്ങും, വാടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അത് സെറ്റായതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മരം ഉണങ്ങിപ്പോയത്. അപ്പോൾ അവർക്കതൊരു വലിയ വിഷമമുണ്ടായിരുന്നു. അങ്ങനെ വെട്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി സെറ്റാവും. എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിയുന്ന ആവശ്യക്കാരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബന്ധപ്പെട്ടോളിട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പാകമായ രീതിയിൽ അവർ സംഗതി തരുന്നതാണ്. അപ്പോൾ മറക്കണ്ട. ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും പറഞ്ഞോളൂ, അവർക്കും തരും. കാരണം അറബികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവമുള്ള നമ്മളെ ഇന്ത്യൻ ഊതുകൾ. അപ്പോൾ ഈ ഊതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി മറ്റുള്ള ക്വാളിറ്റി വന്നൊക്കെ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നവർ വന്ന് എടുത്താൽ മതി. കാരണം ചിലരൊക്കെ വന്ന് നോക്കിയിരുന്നു അന്ന് നമുക്ക് എന്തുപോലെ മേടി നോക്കാൻ പറ്റില്ല. നമുക്ക് ഡ്രില്ല് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ ഇട്ടില്ല. പക്ഷെ മുറിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൽ സാധനം ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മുറിച്ചതാണിത്. നമുക്ക് അങ്ങനെ വെച്ച് നിൽക്കാനും പറ്റില്ല. കാരണം ഓവറായിട്ട് വെച്ച് നിന്നാൽ മേൽഭാഗമൊക്കെ നശിച്ച് പോകും. അപ്പോൾ അത്രയും പെട്ടെന്ന് മഴയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇനി അത് വെട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടില്ലേ? അപ്പോൾ ഊതുമരം എന്ന് ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവില്ല. ഊത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ഊത്. ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് കണ്ടില്ലേ, അതാണ് കാര്യം. ഊതിന് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ക്വാളിറ്റിക്ക് അനുസരിച്ച്. പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ.